ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻസ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ് മൊഡ്യൂൾ 4. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്തെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറേ ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇൻസുലേറ്റിംഗ് മീഡിയം അല്ലെങ്കിൽ ആർക്കിനെ നമ്മൾ എങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യണു എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ മീഡിയത്തിന് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓയിൽ മീഡിയം ഉണ്ട്, എയർ ഉണ്ട്, SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് നമുക്ക് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ വന്നത് SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. സോ SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റേഷനിലൊക്കെ മെയിൻലി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറാണ് SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിനെ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നതിനാണ് SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ SF6 സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ആർക്ക് കുഞ്ചിങ് മീഡിയം, അതായത് ആർക്കിനെ ടേൺ ഓഫ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. മെയിൻലി ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്യാസ് ആണ് SF6 എന്ന് പറയുന്നത്. ഇതിന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് ടെൻഡൻസി ടു അബ്സോർബ് ഫ്രീ ഇലക്ട്രോൺസ്. അതായത് ഇപ്പോൾ ഇതാണ് രണ്ട് കോണ്ടാക്റ്റ് എന്ന് വിചാരിക്കുക. ഇതൊരു ഫിക്സഡ് കോണ്ടാക്റ്റും ഇതൊരു മൂവിങ് കോണ്ടാക്റ്റും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ആണ് നമുക്ക് ആർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു SF6ൻ്റെ ഇലക്ട്രോൺ അബ്സോർബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെമിക്കൽ ടെൻഡൻസിയാണ്, കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ SF6ൻ്റെ ഗ്യാസ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺ ഈ SF6 അബ്സോർബ് ചെയ്യണു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ആണല്ലോ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെയുള്ള ആർക്കിനെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു SF6 ഗ്യാസ് അതിൻ്റെ കൂടെ ഇലക്ട്രോണും കൂടെ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താവും, SF6 മൈനസ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു ഇക്വേഷനെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ SF6 പ്ലസ് ഒരു ഇലക്ട്രോണും കൂടെ ചേരുമ്പോൾ SF6 5 മൈനസ് പ്ലസ് ഒരു ഫ്ലോറിൻ ഗ്ലാസ് ആയിട്ട് ഫ്ലോറിൻ F ഇങ്ങനെയായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ആർക്ക് കുഞ്ചിങ് അല്ലെങ്കിൽ ആർക്ക് സ്റ്റോപ്പ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 2 ചേമ്പർ ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ 2 ചേമ്പറുകളുണ്ട്. ആർക്ക് ചേമ്പർ എന്ന് പറയുന്നത് ഇവിടെ ആർക്ക് ചേമ്പർ എന്ന് പറയുന്ന പൊസിഷനിലാണ് നമുക്ക് ആർക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 2 കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്പാർക്ക് എന്നെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയാം. സോ ഇവിടെ SF6 ഇൻലെറ്റ് ഉണ്ടാവും, അതായത് ഹൈ പ്രഷറിൽ നമ്മളിവിടെ ഒരു സ്റ്റോറേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, SF6 ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ടാവും. മൂവിങ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് സർക്യൂട്ട് ഓപ്പൺ ചെയ്യണം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫിക്സഡ് പാർട്ടും മൂവിങ് പാർട്ടും വേണം. സോ മൂവിങ് പാർട്ട് ഇവിടെ ഉണ്ടാവും. ഇതാണ് കോണ്ടാക്റ്റ്, ഇതാണ് ആർക്ക് ചാമ്പർ എന്ന് പറയുന്നത്. ആർക്ക് ചാമ്പർ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ് നമുക്ക് ആർക്ക് കൊഞ്ച് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്, അതിന് നമ്മൾ ആർക്ക് ചാമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കോണ്ടാക്ട്സിൽ ഇപ്പോൾ ഇവിടെ ഫിക്സഡ് മെമ്പർ ഉണ്ട്, അതിലൊരു ആർക്കിംഗ് ഹോണ്, ഓക്കെ, ഒരു ഹോൺ ലൈക്ക് ഒരു കൊമ്പ് പോലത്തുള്ള ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ഫിക്സഡ് ചാമ്പർ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആർക്കിംഗ് ഹോൺ എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഫിക്സഡ് മെമ്പറുണ്ട്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇതിപ്പോൾ ഇവിടെ തട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ക്ലോസർ ആണെന്ന് പറയാം. ഇത് ഇങ്ങോട്ട് നീക്കുമ്പോഴാണ് സ്വിച്ച് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓപ്പൺ കണ്ടീഷനിലാണ് ആർക്ക് ഉണ്ടാവുക. ആർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ഹൈ പ്രഷറിലുള്ള SF6 ഗ്യാസ് ഇതിനകത്തേക്ക് വരികയും ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്ത് SF6 പോവുകയും ചെയ്യുന്നു. അപ്പോൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഗ്യാസ് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണ് ഗ്യാസ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേറ്റഡ് റോഡ് ഫോർ ഓപ്പറേറ്റിംഗ് മൂവിങ് മെമ്പർ. മൂവിങ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഉള്ള ആർക്ക് കൊഞ്ചിയതിന് ശേഷമുള്ള SF6 ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ SF6നെ വീണ്ടും ഈ പുറത്ത് പോകുന്ന സാധനത്തിന് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ
എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. SF6ൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് കാരണം അവിടെയുള്ള അയേൺസ് ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടുത്തെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അവിടെ നിൽക്കും തോറും കണ്ടക്റ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടി കൂടും. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അവിടെ കുറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, കണ്ടക്റ്റിംഗ് ആകാനുള്ള നേച്ചർ കുറയും. അവിടെ നമുക്ക് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ അവിടുന്ന് എത്രത്തോളം ഇലക്ട്രോൺസിനെ അവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നു അത്രത്തോളം ഇൻസുലേറ്റിംഗ് കേപ്പബിലിറ്റി ഓഫ് ദി സർക്യൂട്ട് ബ്രേക്കർ കൂടും. ഇൻസുലേറ്റിംഗ് കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടക്ട് ചെയ്യില്ലല്ലോ. സോ നമുക്ക് ആർക്കിനെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വെരി എഫക്റ്റീവ് ആണ്. ഹൈ പവറും ഹൈ വോൾട്ടേജ് സർവീസിനും നമുക്ക് SF6 ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിക്സഡ് ചാമ്പറും മൂവിങ് ചാമ്പറും ഒക്കെ കൂടെ ഉള്ളതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻസ് വരുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് നോർമൽ ക്ലോസ്ഡ് പൊസിഷനിൽ. നോർമൽ ക്ലോസ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് അവിടുത്തെ ഒരു ഗ്യാസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 2.8 kg/cm² എന്നുള്ള പ്രഷറിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. അതിനുശേഷം എപ്പോഴാണോ ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ SF6 14 kg/cm² എന്നുള്ള പ്രഷറിൽ ഇൻട്രപ്റ്റ് ചാമ്പറിനകത്തേക്ക് വരുന്നു. ആ ഇൻട്രപ്റ്റ് ചാമ്പറിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ആരെ അബ്സോർബ് ചെയ്യുന്നു, SF6 അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം ഇമ്മൂവബിളായി നെഗറ്റീവ് അയൺ, അതായത് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ്മെൻറ്റോ അതിന് കണ്ടക്ഷൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും എക്സിബിറ്റ് ചെയ്യില്ലല്ലോ. ആ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അവിടെയുള്ള ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ആക്ച്വലി SF6 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആർക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആർക്കിംഗ് ടൈം വളരെ കുറവാണ്. ക്യാൻ ഇൻറ്റർപ്റ്റ് മച്ച് ഹയർ കറണ്ട് ഡ്യൂ ടു ദി ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടെ റേറ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോയ്സ്ലെസ് ഓപ്പറേഷനാണ്. നോ എക്സോസ്റ്റ് ടു അറ്റ്മോസ്ഫിയർ. ഞാൻ പറഞ്ഞു SF6 എന്ന് പറയുന്നത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമ്മൾ വീണ്ടും ആ ചാമ്പറിലേക്ക് തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞു. കോമ്പാക്ട് ഇൻ സൈസാണ്. പിന്നെ നോ റിസ്ക് ഓഫ് ഫയർ സിൻസ് SF6 ഈസ് നോൺ ഇൻഫ്ലേമബിൾ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടുത്തെ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഫ്ലെയിമബിൾ ആണെന്ന് വിചാരിക്കുക. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്തുന്നതിനാണ് നമ്മൾ ഫ്ലെയിമബിൾ എന്ന് പറയാം. സോ ആർക്ക് കൊഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും സ്പാർക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ SF6ൻ്റെ പ്രോപ്പർട്ടി നോൺ ഇൻഫ്ലേമബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഫയറിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാർബൺ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഇല്ല. ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. SF6 എന്നുള്ള ഗ്യാസിനെ വീണ്ടും ഫില്ല് ചെയ്യുക. ഗ്യാസിന് കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ അതിൻ്റെ ഫില്ലിംഗ് പ്രോസസ്സും ബാക്കിയുള്ള മെക്കാനിസം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ SF6ൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇവിടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് കൂടുതലാണ്, മെയിൻ്റനൻസ് കോസ്റ്റാണ് കുറവ്. ഓക്കെ, പിന്നെ SF6 ഗ്യാസ് ഹാസ് ടു ബി കണ്ടീഷൻ ആഫ്റ്റർ എവരി ഓപ്പറേഷൻ. ഞാൻ പറഞ്ഞു റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ആ SF6ൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നു. കെമിക്കൽ പ്രോപ്പർട്ടി മാറ്റി വീണ്ടും അത് ശരിയാക്കിയിട്ട് വേണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, SF6 ഉള്ളിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഏതൊക്കെ വോൾട്ടേജിന് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയാം. 115 ഓക്കെ, 115 kV to 230 kV വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 10 MVA to 20 MVA വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻട്രപ്റ്റ് ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 3 സൈക്കിൾസ് വരെയാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് വാക്വം സർക്യൂട്ട് ബ്രേക്കറാണ്. വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് വാക്വം എന്ന് പറയുന്നത് 10⁻⁷ to 10⁵ ടോർ വരെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്ന വാക്വത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ആദ്യം ചെറുതായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ വലിയ ഡയഗ്രാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു ചേമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്തായിരിക്കും ആർക്കിംഗ് പ്രോസസ്സ് നടക്കുക. ഇത് കംപ്ലീറ്റ് വാക്വം ആയിരിക്കും ഉണ്ടാവുക. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മീഡിയം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുക. സോ ഇവിടെ ആയിരിക്കും ആർക്കിംഗ് നടക്കുക. ഇത് കംപ്ലീറ്റ് വാക്വം ആയിരിക്കും. ഇത് വാക്വം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതിൻ്റെ ഔട്ട്ഡോറിലൊരു കേസിംഗ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഫിക്സഡ് കോണ്ടാക്റ്റും ഒരു മൂവിങ് കോണ്ടാക്റ്റും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർക്കിംഗ് പ്രോസസ്സ് വേക്കത്തിൻ്റെ അകത്ത് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. സോ വേക്കം ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. ആർക്ക് കൊഞ്ചിങ് അല്ലെങ്കിൽ ആർക്കിനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഏതിനുണ്ട്, നമുക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. പിന്നെ SF6 പോലെയുള്ള ഗ്യാസ് നമുക്കിതിൽ നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ വേക്കം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
വേക്കം ഏത് പ്രഷറിലാണ് കൊടുത്തിരിക്കുന്നത് 10⁻⁻7 to 10⁻⁻4 അവിടെയാണ് വേക്കം ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേക്കം മീൻസ് ദ പ്രഷർ ബിലോ ദി അറ്റ്മോസ്ഫിയറിക് വിച്ച് ഈസ് 760 mm of Hg. അറിയാലോ അല്ലേ? അതായത് ഒരു നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് Hg യൂണിറ്റിലൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ അവിടെ ഇവിടെ വേക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വേക്കം എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് വിച്ച് ഈസ് ബിലോ ഓഫ് 760 mm Hgനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേക്കം ആയതുകൊണ്ട് അവിടെ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമുക്കുണ്ട്. ഹൈ ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത്തും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തും ഒന്ന് തന്നെയാണ്. വെൻ കോണ്ടാക്ട് ബ്രേക്കർ ഈസ് ഓപ്പൺ ഇൻ ദ വേക്കം, ഇൻട്രപ്റ്റ് ഒക്കർ ഇൻ ദ ഫസ്റ്റ് കറണ്ട് 0. ഇൻ ദ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ബിൽഡപ്പ് ഇൻ 1000 at the rate of 1000 times higher than the obtained with other circuit breaker. ബാക്കിയുള്ളതിലെല്ലാം ഓരോ മീഡിയം ഉണ്ടാവില്ല. ഇപ്പോൾ SF6 ആണെങ്കിലും ശരി, എയർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഓയിൽ ആണെങ്കിലും ഇവിടെ എല്ലാം ഓരോ മീഡിയം ഉണ്ട്. സോ അതിനേക്കാളും 1000 ടൈംസ് ഫാസ്റ്റായിട്ട് നമുക്ക് ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേക്കം സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ വേക്കം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുമ്പോൾ ആർക്ക് സംഭവിക്കുമ്പോൾ ആ ഏരിയയിൽ ബിൽഡപ്പ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, ഓക്കെ, ആ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാക്കുന്ന ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആർക്കിനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സർക്യൂട്ട് ബ്രേക്കറും പോലെ ഒരു ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ട്, മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്, ആർക്ക് ഷീൽഡ് ഉണ്ട്, ആർക്ക് ഷീൽഡ് മൗണ്ടഡ് ഇൻസൈഡ് ദി വാക്വം ചേമ്പർ. പിന്നെ ഒരു മൂവബിൾ ചേമ്പർ ഉണ്ട്, കണക്റ്റഡ് ടു എ കൺട്രോൾ മെക്കാനിസം ബൈ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും. പിന്നെ കേബിൾ പെർമനൻറ്റ് സീലിംഗ് ഓഫ് വാക്വം ചേമ്പർ എലിമിനേറ്റ് ദി പോസിബിലിറ്റി ഓഫ് ലീക്ക്. അപ്പോൾ നമ്മൾ വാക്വം ക്രിയേറ്റ് ചെയ്തു, അവിടെ ഉണ്ടാക്കുന്ന ചേമ്പറിൽ എന്തെങ്കിലും ക്രാക്കോ ലീക്കുകളോ വല്ലതും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്വം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഒരു പെർമനൻറ്റ് വാക്വം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കേസിങ് അവിടെ ഉണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് വെസൽ ഒരു സെറാമിക് വെസൽ യൂസ് ചെയ്യുന്ന ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി ദ ആർക്ക് ഷീൽഡ് പ്രിവെൻറ്റ് ദ ഡിറ്റോറേഷൻ ഓഫ് ഇന്റേണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് പ്രിവെൻറ്റിംഗ് മെറ്റാലിക് വേപ്പർ ഫാളിംഗ് ഇൻസൈഡ് ദി സർഫേസ് ഓഫ് അതർ ഇൻസുലേറ്റിംഗ് കവർ. അതായത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഉള്ളിലൊരു ആർക്ക് കൊഞ്ചിങ് മീഡിയം ഉണ്ടാവും, അതിന് പുറത്ത് നമുക്കൊരു ഇൻസുലേറ്റഡ് മീഡിയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് വെസൽ ഒരു ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി എന്ത് ചെയ്യും പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന ഡിസ്റ്റോർഷൻ കാരണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആർക്ക് കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത്. അത് ഗ്ലാസ് വെസലോ സെറാമിക്കോ ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു ആർക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ കോണ്ടാക്ട്സ് ഇവിടെ കാണാം നമുക്ക്. ഇതാണ് അതിൻ്റെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണ്ടാക്റ്റ് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് പാസ് ഉണ്ടാവും. എപ്പോഴാണോ ഈ കോണ്ടാക്റ്റ് ഇവിടുന്ന് രണ്ട് സൈഡിലേക്ക് മൂവ് ആവുന്നത്, ഓക്കെ, ഇതാണ് നമ്മൾ ആർക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ മൂവ് ആവുന്നതിനനുസരിച്ച് ഇതൊരു ഫിക്സഡ് ചാമ്പറും ഇവിടെ ഒരു മൂവിങ് ചാമ്പറും ഉണ്ട്. ഇതൊരു ഇൻസുലേറ്റഡ് വെസലാണ്. ഓക്കെ, നമുക്ക് കാണാം. അപ്പോൾ ഇൻസുലേറ്റഡ് വെസലിൻ്റെ അകത്ത് തന്നെയാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു ഫിക്സഡ് ചാമ്പറും മൂവിങ് ചാമ്പറും ഉണ്ടാവുക. അപ്പോൾ ഈ ചെറിയൊരു പോർഷൻ്റെ അകത്ത് നമുക്ക് ആർക്ക് നടക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇതാണ് അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന് 10⁻⁻7 to 10⁻5 വരെയുള്ള ഇതൊക്കെയാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഫാസ്റ്റ് റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇൻ ദി വേക്കം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടാകുന്ന ആർക്കിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെയാണ്. അഡ്വാൻറ്റേജസ് എന്താണെന്ന്, കോമ്പാക്റ്റ്, റിലയബിൾ, ഹാവ് ലോങ്ങർ ലൈഫ്, നോ ഫയർ ഹസാർഡ്സ്. SF6 പോലും SF6 എന്നുള്ള ഗ്യാസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ല. പിന്നെ ലെസ് മെയിൻ്റനൻസ് റിക്വയർഡ്. പക്ഷേ ആ കേസിങ് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഓപ്പറേറ്റിംഗ് ഡെസിബൽ വാല്യൂ, സൗണ്ടിൻ്റെ ഡെസിബൽ വാല്യൂ വളരെ കുറവാണ്. ക്യാൻ ഇൻട്രപ്റ്റ് എനി ഫോൾട്ട് കറണ്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക ഒരു ലിമിറ്റ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് പോലും ക്രിയേറ്റ് ചെയ്യുന്നില്ല. SF6 പോലെയാണെങ്കിൽ നമുക്കൊരു ഗ്യാസ് എങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല. ലോ ആർക്ക് എനർജി. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രപ്റ്റ് ആവുന്ന ആർക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലൈറ്റിംഗ് സർജസ് സക്സസ്ഫുള്ളി. അങ്ങനെയുള്ള കാര്യങ്ങൾ, സർജസോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സക്സസ്ഫുള്ളി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്താണ്, ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ വെർ ദ ഡിസ്റ്റൻസ് ആർ ക്വയറ്റ് ലാർജ്, accessible remote areas difficult, installation of such outdoor and maintenance free circuit breaker prove the defined advantages. Okay, അപ്പോൾ
ഇപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്റ്റേഷൻ വിസിറ്റിൽ പോയിട്ടുണ്ടാവും. സബ്സ്റ്റേഷൻ വിസിറ്റിൽ ചില ഇവിടെയൊക്കെ ഇൻഡോർ സബ്സ്റ്റേഷൻ ആയിരിക്കും, ചിലതിലൊക്കെ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇൻഡോർ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ CB പാനലും ബാക്കി എല്ലാ സംഭവങ്ങളും കൺട്രോൾ പാനറ്റ് എല്ലാം ആ റൂമിനകത്ത് തന്നെ ഉണ്ടാവും. ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുണ്ടാവും, നമുക്ക് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് മാത്രം കംപ്ലീറ്റ് ഇൻസൈഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഏരിയയിലൊക്കെ അല്ലെങ്കിൽ വലിയ ഇപ്പോൾ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പോയി എത്തി വരാനുള്ള സമയങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഏരിയാസൊക്കെ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി നമുക്ക് റിലയബിൾ ആയിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈവൻ വിത്ത് ദ ലിമിറ്റഡ് എനർജി K60 to 100 MVA വരെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് മേജോറിറ്റി റൂറൽ ഏരിയാസിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് പോയി നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാക്യൂം സർക്യൂട്ട് ബ്രേക്കറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.